ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളായിട്ട് സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു സ്മോൾ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒന്നുമല്ല, നമ്മൾ ലാസ്റ്റ് വീക്ക് തൊട്ട് ഒരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വീക്ക് സോ 1 വീക്ക് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് നല്ല അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ട ഒരു സ്കിൻ കെയർ ആണ്. സോ അത് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് തന്നെ പറയുന്നത് ദിസ് ഈസ് നോട്ട് എ പെയ്ഡ് പ്രൊമോഷൻ. പെയ്ഡൊന്നല്ല, അത് ഞാൻ സ്വന്തമായി പൈസ കൊടുത്ത് മേടിച്ച സാധനങ്ങളാണ്. സോ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു ന്യൂ ബ്രാൻഡാണ്, ഫോക്സ്ടെയിൽ എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. അപ്പോൾ ഫോക്സ്ടെയിലിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് ഇപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണ്, അതേപോലെ ഇത് എപ്പോഴൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഉണ്ടായ കുറച്ച് വ്യത്യാസങ്ങൾ എന്തൊക്കെയെന്നാണ് നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്കിൻ കെയറിൻ്റെ ആരംഭം തന്നെ എന്താണ്, ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോക്സ്ടെയിലിൻ്റെ ഈ ഒരു ജെൽ ഫേസ് വാഷാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയൊരു ഫേസ് വാഷാണ്. 100 ml പാക്കിങ്ങിലാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 249 റുപ്പീസാണ്. ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഗ്ലോ ഹൈഡ്രേറ്റ് പ്രൊട്ടക്റ്റ്. അത്യാവശ്യം ഓക്കെയാണ് ഫേസ് വാഷ് ഇട്ടിട്ട് എനിക്ക് യാതൊരു പിമ്പിളിലോ ആയിട്ടോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. നല്ല ഓക്കെ, ഒരു സൂപ്പറായിട്ടുള്ള ഫേസ് വാഷാണ്. സോ ഫേസ് വാഷിന് ശേഷം നമ്മൾ എന്തായാലും പെയർ ഡ്രൈ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നെക്സ്റ്റത്തെയാണ് ഈ ഒരു വൈറ്റമിൻ സി സെറം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഓൾറെഡി ഫേസൊക്കെ വാഷ് ചെയ്തു, പെയർ ഡ്രൈ ഒക്കെ ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി വൈറ്റമിൻ സി സെറം യൂസ് ചെയ്യാം. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. ഒരു ലൈറ്റ് യെല്ലോയിഷ് കളറാണ്. ഒരു ലൈറ്റ് യെല്ലോയിഷ് കളർ, വൈറ്റ് അല്ല. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് എന്താ പറയുക, ഇത് അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അപ്പോൾ തന്നെ ഇതെന്തായി ജസ്റ്റ് സ്കിന്നിലോട്ടൊക്കെ നന്നായിട്ട് അബ്സോർബ് ആവുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ അവിടെ സൺസ്ക്രീൻ യൂസ് ചെയ്യാറില്ല. സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യാറില്ല, എനിക്ക് താല്പര്യമില്ലാത്ത സാധനം. മോയ്സ്ചറൈസറാണ്. ഇത് ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ്. 24 hour ഹൈഡ്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് നല്ലൊരു ഹൈഡ്രേഷൻ ഉണ്ടേനു. മീൻസ് നമ്മളുടെ സ്കിന്ന് തുറന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടും. പക്ഷേ ഞാൻ 2 times യൂസ് ചെയ്യാറുണ്ട്. മോർണിംഗ് യൂസ് ചെയ്യാറുണ്ട്, നൈറ്റ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ റേറ്റ് 445 രൂപ. ഓക്കെ, സോ ഇതും ജസ്റ്റ് പമ്പിങ് തന്നെയാണ്. ഇത് നല്ല പ്യുവർ വൈറ്റ് കളറാണ് കേട്ടോ. യെസ്, അപ്പോൾ നമ്മുടെ മോയ്സ്ചറൈസറും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മുടെ ഫേസിലേക്കുള്ള ആകെ ഒരൊറ്റ സംഭവമേ ബാക്കിയുള്ളൂ, ലിപ് ബാം. അപ്പോൾ ഇതാണ് കേട്ടോ ലിപ് ബാം, ബ്രൈറ്റനിങ് ലിപ് ബാം. ഇത് റൂബി ഗ്ലേസ് എന്നുള്ളൊരു ഷെയ്ഡാണ്. നിങ്ങൾക്ക് കണ്ടോ, ഈ ഒരു കളർ തന്നെയാണ് വരുന്നത്. ഇതിട്ട പിന്നെ ലിപ്സ്റ്റിക് ഇടേണ്ട ആവശ്യമില്ല. അത്രയും നല്ല ഗ്ലേസിങ്ങും നല്ല ഹൈഡ്രേഷനും കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്താൽ മതിയെന്ന് ഞാൻ പറയില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട്. 3 times എങ്കിലും ഇടാറുണ്ട് ഒരു ഡേ. മീൻസ് ആ ഒരു ഹൈഡ്രേഷൻ പോകുന്നില്ല, പക്ഷെ ആ ഒരു കളറിൽ ചെറുതായിട്ട് ഒരു ഫെയ്ഡിങ് വരുമ്പോൾ ഞാനിടും. സോ ലിപ്സ്റ്റിക്ക് വേണ്ട, ഇത് ലിപ് ബാമും പോയി ലിപ്സ്റ്റിക്കും പോയി. എനിക്കാണെങ്കിൽ ഡാർക്കായിട്ട് പോകേണ്ട താല്പര്യമില്ല. അപ്പം യെസ്, സോ നമ്മുടെ സ്കിൻ കെയർ ഫേസിലത്തെ ഒക്കെ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു മോയ്സ്ചറൈസർ ലോഷനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഡീപ്പ് മോയ്സ്ചറൈസറിങ് ആയിട്ടുള്ള ഒരു ബോഡി ലോഷൻ. ഇതും ഫോക്സ്ടെയിലത്തെ, മീൻസ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഫോക്സ്ടെയിലിൻ്റെയാണ്. 72 hours ഹൈഡ്രേഷൻ കിട്ടുന്നത്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗ്ലോയിങ് ആയിട്ടുള്ള സപ്പിൾ ആയിട്ടുള്ള സ്കിൻ. ഇതിൽ പ്രത്യേകിച്ച് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. വർക്ക്സ് ലൈക്ക് സ്കിൻ കെയർ, വിയേഴ്സ് ലൈക്ക് പെർഫ്യൂം. നല്ല സ്മെല്ലാട്ടോ, അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഐ ലൈക്ക് പേഴ്സണലി. ഇത് ജസ്റ്റ് പമ്പിങ് സിസ്റ്റാണ്, വൈറ്റ് കളർ. അത്യാവശ്യം ഹാർഡാണ് കേട്ടോ. മീൻസ് നമ്മളുടെ ബാക്കിയുള്ള ബോഡി ലോഷൻസ് പോലെ ഭയങ്കര ലൂസായിട്ടുള്ള സംഭവമല്ല. എന്താ പറയുക, ഒരു ബട്ടറിഷ് ടൈപ്പ് ഓഫ് തിങ്. നമ്മളുടെ ഷിയ ബട്ടറൊക്കെ എടുക്കില്ല, ആ ഒരു ഫീലാണ്. അത്രയും ഫ്രാഗ്രൻസും ഉണ്ട്. സൂപ്പർ. സോ ഞാൻ എൻ്റെ ഹാൻഡിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ കണ്ടോ, ഇത് ഭയങ്കര പണിയില്ല. നമ്മളുടെ ജസ്റ്റ് ഒന്ന് വെട്ടം തന്നെ ബ്ലെൻഡ് ആവുന്ന ടൈപ്പ് ഓഫ് മോയ്സ്ചറൈസറാണ്.
നമുക്ക് വേറെ പെർഫ്യൂം ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾ ഇൻ വൺ അല്ല, 2 in 1. മോയ്സ്ചറൈസിങ് ആൻഡ് പെർഫ്യൂമിങ് യുവർ ബോഡി വിത്ത് ഫോക്സ് ടൈൽ ഡീപ്പ് മോയ്സ്ചറൈസർ. ഓക്കെ, സോ കണ്ടോ, ആകെ ഒരു കുറച്ചെടുത്താൽ തന്നെ നമ്മളുടെ ഏകദേശം ഹാൻഡ്സൊക്കെ ഒന്ന് കവർ ചെയ്യും കേട്ടോ. നല്ല മോയ്സ്ചറൈസർ ആണ്. സോ ഇത്രയാണ് നമ്മളുടെ സ്കിൻ കെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്കിൻ കെയർ ഞാൻ 2 times യൂസ് ചെയ്യാറുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മോർണിംഗ് യൂസ് ചെയ്യാറുണ്ട്, നൈറ്റ് യൂസ് ചെയ്യാറുണ്ട്. സെയിം ഈ ഒരു ഒറ്റ റുട്ടീൻ. ആദ്യം നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നു, അതിനുശേഷം പാഡ് ഡ്രൈ ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ വൈറ്റമിൻ സി സെറം യൂസ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നു, ഫേസ് മോയ്സ്ചറൈസർ, ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ. ഒന്നാമത് ഇപ്പോൾ വിൻ്റർ സീസൺ ആയിട്ട് എന്തെങ്കിലും നമുക്ക് ഹൈഡ്രേഷനാണ് ആവശ്യം. അപ്പോൾ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഡ്രൈ ആവാതിരിക്കാൻ പിന്നെ നമ്മൾ ഈ ഒരൊറ്റ മോയ്സ്ചറൈസറും കൂടി യൂസ് ചെയ്യുന്നു. ഇത് നമ്മുടെ കാലിലും കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്യും. ഫുൾ ബോഡി വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പാണ്. ആൻഡ് നമ്മളുടെ ഈ ഒരു ലിപ് ബാം, ഇത് 2 shades ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മളുടെ റൂബി ഗ്ലേസ് എന്നുള്ളതും, നെക്സ്റ്റത്തെ പേരെന്താ, ക്ലിയർ ഗ്ലേസ്. ഇത് ക്ലിയർ ആയിട്ടുള്ള ഇതായിട്ടാണ് കേട്ടോ വരുന്നത്. നമ്മളുടെ ഈ ഒരു ക്ലിയർ ഗ്ലേസ് എന്ന് പറയുന്നത് ഒരു വാനില ഫ്ലേവറും, നമ്മളുടെ ഈ ഒരു റൂബി ഗ്ലേസ് എന്നുള്ളത് ഒരു ബെറി ഫ്ലേവറും ആയിട്ടാണ് വരുന്നത്. സോ ഇതാണ് നമ്മളുടെ സ്കിൻ കെയർ വീഡിയോ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് ഞാനിപ്പോൾ എന്താ പറയുക, നമ്മൾ ഓൾറെഡി നമ്മുടെ സ്കിന്നെ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആക്കി വെക്കണം, കുറച്ച് ഗ്ലോയിങ് വേണം, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു മോയ്സ്ചറൈസേഴ്സ് മാത്രം യൂസ് ചെയ്താൽ മതി. അതിന് ശേഷം ഒരു പൗഡർ കോട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ കൊടുക്കാറില്ല കേട്ടോ. ഞാൻ പണ്ട് ഫുള്ള് പൗഡർ ഇടാതെ പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. റീസെൻ്റ്ലി പണ്ടിന് എന്താ പറയുന്നത്, 2 ആഴ്ച മുൻപ് വരെ ഇത് യൂസ് ചെയ്യുന്ന മുൻപ് വരെ അങ്ങനെ പോയിരുന്നു. പക്ഷേ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം എനിക്ക് വേറൊരു ആർട്ടിഫിഷ്യാലിറ്റി കൊടുക്കാൻ തോന്നുന്നില്ല. ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിനായിട്ട് കുറച്ചുകൂടി നല്ലതാണ് ഫോക്സ് ടെയിൽ. സോ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ്സ് മേടിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഫോക്സ് ടെയിൽ വെബ്സൈറ്റിൽ പോയി മേടിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ യൂട്യൂബിൻ്റെ എന്താ പറയുക, നമ്മളുടെ പ്രോഡക്ട്സിൻ്റെ ഏരിയ ഉണ്ടല്ലോ, ഞാൻ അതിലേക്ക് ടാഗ് ചെയ്യാം പ്രോഡക്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ പ്രോഡക്ട്സ് മേടിക്കാനായിട്ട് പറ്റും. അവിടെ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ അല്ലെങ്കിൽ ഈ ഒരു ഫോക്സ് ടെയിൽ വെബ്സൈറ്റിലോ ഒന്നും പോയി ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു പ്രോഡക്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രോഡക്റ്റ് മേടിക്കാനായിട്ട് പറ്റും. സോ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ.